ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ ഒരു ഫേസ് പാക്കിൻ്റെ ടിപ്പായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ അതിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ടെന്ന് നോക്കാം. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ, നല്ല മാറ്റം വരും. നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഒന്നരാടം വെച്ചിട്ട് ഇത് ചെയ്യാം. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ അതിനെന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നോക്കണ്ടേ. കടലപ്പൊടി, മുട്ടയുടെ വെള്ള, ഗ്ലിസറിൻ, പിന്നെ അലോവേര ജെല്ലുള്ളവർക്ക് എടുക്കാം കേട്ടോ, ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് എൻ്റെ മുഖം ഒന്ന് കഴുകി വരട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്ന് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കടലമാവ് ഇതിലേക്കിടാം. കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ഗ്ലിസറിൻ അധികമൊന്നും വേണ്ട, കുറച്ച്. ഒരു 1/4 ടീസ്പൂണോളം കാണുന്നുണ്ടോ അല്ലേ? ഇതാ ഒരു 1/4 ടീസ്പൂണോളം. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മിക്സ് ആക്കാം. ഗ്ലിസറിനെല്ലാം കടലമാവിലെല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അതുവരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കാം. അപ്പം മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ മുട്ടയുടെ വെള്ളയും ഗ്ലിസറിനും കടലമാവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് ഫ്രഷോ വാങ്ങിച്ചതോ എന്തായാലും കുഴപ്പമില്ല, അതുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിന്ന് മുഖത്തിട്ടിട്ട് കാണിക്കാം. നമ്മൾ ഇടുമ്പോൾ താഴെന്ന് മേലേക്ക് ഇടണം കേട്ടോ. ഒരു 35 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇത് ഒന്നരാടം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴുത്തിൽ കൂടി ഇടണം. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളിട്ടിട്ട് കാണിക്കാം. ടിപ്പുകളൊക്കെ കുറേ ഉണ്ട്, ചെയ്യാൻ മടിയാന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഒന്നരാടം വെച്ച് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മുഖത്ത് എന്ത് ചെയ്യുകയാണെങ്കിലും താഴെന്ന് ഇങ്ങനെ മേലേക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യരുത്, അപ്പോൾ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. മേലെന്ന് താഴേക്ക് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ മേലെന്ന് താഴെന്ന് ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും താഴെന്ന് മേലോട്ട് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ്, ഇത് മുട്ടവെള്ളയും കടലമാവാണല്ലോ, അറിയാലോ, രണ്ടും സ്കിന്ന് ടൈറ്റനിങ് ആക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് വയ്ക്കുക. നമുക്ക് അറിയാലോ, ഇത് സ്കിന്ന് ടൈറ്റ് ആകുമ്പോൾ അറിയാലോ. അപ്പോൾ നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകാം കേട്ടോ. ഇപ്പോൾ ഇനി ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഇത് ഉണങ്ങുന്ന വരെ ഞാൻ വെക്കുള്ളൂ. എനിക്ക് വലിവ് വന്നാൽ ഇങ്ങനെ സ്കിന്ന് വലിയല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും കഴുകിക്കളയും. അതുവരെയൊക്കെ പണിയുണ്ട്, അപ്പോൾ അത് കഴിയും ചെയ്യും. എന്താ പണിയെന്നല്ലേ, മീൻ വെട്ടാണ്ട്. അപ്പോൾ അതും കൂടി നടക്കും, ഇതവിടെ കടന്ന് ഉണങ്ങും ചെയ്യും. അപ്പം നമുക്ക് പോയാലോ. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരിക്കലും മേലെന്ന് ഇങ്ങനെ ഒരു സാധനം ഇടരുത്, എല്ലാം ഇങ്ങനെ ഇടണം. മസാജ് ചെയ്യുകയാണെങ്കിലും താഴെന്ന് മേലേക്ക് ഇടണം കേട്ടോ. ടിപ്പുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എന്താണെന്ന് ചില ദിവസം മടി പിടിക്കും, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 15 മിനിറ്റ്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, ഞാൻ ഇട്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഇതാ ഗെയ്സ്,
എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് നനഞ്ഞ തോർത്തുമുണ്ടാണ്. ഞാൻ തുടച്ച് കാണിച്ചു തരാം. ഞാനൊന്നും ക്രീമോ ഒന്നും തേച്ചിട്ടില്ല. കുളിച്ച് വന്ന അപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. എന്താണെന്ന് വെച്ചാൽ കളറ് വരുന്നല്ല ഞാൻ പറയണത്, നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ് വരും. കളറ് വെളുക്കും എന്നല്ല, ഫ്രഷ്നെസ് വരും. പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കണതിനൊക്കെ ഒരു മാറ്റം വരും. പിന്നെന്താ, അത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുമ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ, ഇനിയാണ് ഞാൻ മുഖത്തിടുന്നുള്ളൂ. അലോവേര ജെല്ലാണ്. അത് ലേശം എടുത്തിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അതിൻ്റെ പകരമായിട്ട് ഞാൻ ഇതൊരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ട് നമുക്കൊന്ന് മസാജും കൂടിയും കൊടുത്താൽ നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ടിപ്പുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.